ഇടുക്കി അടിമാലി മണ്ണിടിച്ചിലിൽ പൂർണ്ണ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ മക്കളുടെ പഠന ചെലവിന് 1 ലക്ഷം രൂപ ദേശീയപാത അതോറിറ്റി നൽകും. ദുരന്തബാധിതരായ 29 കുടുംബങ്ങൾക്ക് ദേശീയപാത അതോറിറ്റിയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കും. മന്ത്രിമാരും ദേശീയപാത അതോറിറ്റിയും ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 29 കുടുംബങ്ങളാണ് അഫക്റ്റഡ് ഏരിയയിൽ ഉള്ളത്. അത്രയും കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കണം, അവിടെ താമസത്തിന് യോഗ്യമല്ല എന്നുള്ള നിലയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കുടുംബങ്ങളുടെ കാര്യത്തിൽ അത് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന കവറേജ് ഉണ്ടെന്നുള്ളതാണ് NHI ഈ മീറ്റിംഗിൽ അറിയിച്ചത്. കുട്ടിയുടെ പഠനത്തെ സംബന്ധിച്ചിടത്തോളം ആ പഠനം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ ഇളവ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഒരു 1 ലക്ഷം റുപ്പി NHI നിക്ഷേപിക്കുന്നതാണ്. ഒരു കുടുംബത്തിന് 15,000 രൂപ വെച്ച് ക്യാമ്പിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ നൽകുന്നതിനുള്ള തീരുമാനം കൂടി ഇതിന്റെ ഭാഗമായി എടുത്തിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് രംഗം നൽകും. ആഷിഖ്, അടിമാലിയിലുണ്ടായ അപകടത്തിൽ ഒരു വീഴ്ചയും ദേശീയപാത അതോറിറ്റിക്ക് ഉണ്ടായിട്ടില്ല എന്നൊക്കെയായിരുന്നു നേരത്തെ ഉണ്ടായ വിശദീകരണം. പക്ഷേ ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഇപ്പോൾ നഷ്ടപരിഹാരവും മറ്റ് സഹായവും ഒക്കെ നൽകാൻ തീരുമാനമായത്. ആ നിലയിലാണ് ദിവ്യ. അടിമാലിയിലെ ദുരന്തബാധിതർക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകുകയോ പുനരധിവാസ പദ്ധതികൾ രൂപീകരിച്ചിട്ടില്ല എന്നുള്ളത് വലിയ വിമർശനവും പ്രതിഷേധവുമായൊക്കെ ഉയർന്നിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങൾക്ക് ഇന്നത്തെ യോഗത്തിൽ പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പായിരുന്നു ജില്ലാ ഭരണകൂടമടക്കം നൽകിയിരുന്നത്. ആ ഉറപ്പ് പാലിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമായി തന്നെ പറയുന്നു. നഷ്ടപരിഹാരം അടക്കം നൽകുന്ന കാര്യങ്ങൾ ദേശീയപാത അതോറിറ്റിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ യോഗം പൂർണ്ണമായിട്ടുള്ളത് എന്നത് പ്രധാനപ്പെട്ടതാണ്. ദുരന്തം ബാധിച്ചിട്ടുള്ള 26 കുടുംബങ്ങൾക്ക് ദുരന്തം ബാധിച്ചിട്ടുള്ള 25 കുടുംബങ്ങൾക്ക് ദേശീയപാത അതോറിറ്റി ഇൻഷുറൻസ് ഉറപ്പാക്കും. ഉടനടി തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് 15,000 രൂപ നിക്ഷേപിക്കും. കൂടാതെ ഇവർക്കെല്ലാം വീട് നഷ്ടപ്പെട്ട ഈ 25 കുടുംബങ്ങൾക്കും വാടക വീട് കണ്ടെത്താനുള്ള സഹായവും കൃത്യമായ മാസ വാടകകളും ഈ ദേശീയപാത അതോറിറ്റി തന്നെ നൽകണം എന്നും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കൂടാതെ ഈ അപകടത്തിൽ മരണപ്പെട്ട ബിജുവിന്റെ മകളുടെ പഠനച്ചിലവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും 1 ലക്ഷം രൂപ ദേശീയപാത അതോറിറ്റി അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും എന്നും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ടെക്നിക്കൽ കമ്മിറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അപകട കാരണം എന്നുള്ളത് പരിശോധിച്ചിരുന്നു. പൂർണ്ണമായും ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ചയാണ് ഈ അപകടത്തിന് കാരണം എന്ന നിരീക്ഷണമാണ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ പ്രാഥമികമായ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഇടപെടലുണ്ടാകും. അവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ദേശീയപാത അതോറിറ്റിയോട് കടക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും കൂടാതെ ദേശീയപാത കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇനി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ എവിടെ എന്നതടക്കം ടെക്നിക്കൽ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതകൾ ഉറപ്പുവരുത്തുവാനുള്ള നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ ദുരന്തബാധിതർക്ക് നീതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നഷ്ടപരിഹാരവും മറ്റ് പുനരധിവാസവും അടക്കമുള്ള കാര്യങ്ങളുടെ ചുമതല ദേശീയപാത അതോറിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.